ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു പുതിയ ഡ്രാമ നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, വളരെ ചെറിയൊരു കാര്യം. സബ്ബാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് തന്നെ സ്കാനിങ് റിപ്പോർട്ട്സ് എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്ന ഒരു അമ്മ. നിങ്ങൾക്ക് ട്വിൻസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് മിജി എന്നും സെക്കൻഡിന് മിരി എന്നും പേരിടണം അങ്ങനെയായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് കാരണം പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചേഞ്ച് ആയി. അതായത് ആദ്യത്തെ കുട്ടിക്ക് അറിയപ്പെടാത്ത എന്നർത്ഥം വരുന്ന മിജി എന്ന പേരും രണ്ടാമത്തെ കുട്ടിക്ക് ഫ്യൂച്ചർ തുടക്കം എന്നറിയപ്പെടുന്ന മിരി എന്ന പേര് കിട്ടും. അതുകൊണ്ട് തന്നെ മിജിക്ക് ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വന്ന അത് ഈ പേരിന്റെ മീനിങ് കാരണമാണെന്ന് പറഞ്ഞ് അവള് ബ്ലെയിം ചെയ്യും. രണ്ടുപേരും ഐഡന്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് അമ്മയ്ക്ക് പോലും അവരെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അച്ഛനും മുത്തശ്ശിക്കും അവരെന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിനാണെങ്കിൽ വലിയ ഇഷ്ടമായിരുന്നു രണ്ട് പെൺമക്കളെയും. പക്ഷെ ദൈവം അത് ആയുസ് കൊടുത്തില്ല, പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. പിന്നെ രണ്ടുപേരും വളർന്നത് അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ. ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇൻ കേസ് മിജി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുവാണെങ്കിൽ പണിഷ്മെന്റ് കിട്ടൂലോ. അപ്പൊ മടിയായതുകൊണ്ട് എന്ത് ചെയ്യും, രണ്ടുപേരും സ്വിച്ച് ചെയ്യും ഐഡന്റിറ്റീസ് തമ്മില്. അല്ല, അങ്ങനെ സ്വിച്ച് ചെയ്താൽ ആര് കണ്ടുപിടിക്കാനാ? സ്കൂളിൽ ഇത് തന്നെ സ്ഥിരം പരിപാടിയായിരുന്നു. പക്ഷെ ഈ കുരുത്തക്കേട് ഫസ്റ്റ് തന്നെ ഗ്രാൻഡ് കണ്ടുപിടിക്കും. ഒരു ദിവസം മിജിയുടെ ഹെയർ പോയി കട്ടാക്കി വിടും. രണ്ടിനും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാലോ. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. സ്കൂൾ ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ മിജി ഉണ്ടല്ലോ ഭയങ്കര സ്കോറിംഗ് ആയി പഠിത്തത്തില്. അവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു. സ്കൂളിന് അഭിമാനമായിട്ട് തന്നെ മാറി. പെട്ടെന്ന് ഒരാള് ഒന്നും അല്ലാതായും തീർന്നു. അതാണ് നമ്മുടെ മിജി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന് വിട്ടപ്പോഴാണ് സ്പോർട്സിലുള്ള മിജിയുടെ ടാലന്റ് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നത്. പിന്നെ അത്ലറ്റിലേക്ക് കരിയർ അങ്ങോട്ട് മാറി. ട്രോഫീസ് ആയി, ഗോൾഡ് മെഡലായി. അവളെ സ്കൂളിന് അഭിമാനം തന്നെ. അങ്ങനെ കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നാഷണൽ സെലക്ഷൻ വരുന്നത്. ഇവളായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരുന്നത്. പെട്ടെന്ന് കാലിൽ ആംഗുലർ ട്വിസ്റ്റ് ആയി അവൾക്ക് കാര്യമായിട്ട് തന്നെ പരിക്ക് പറ്റും. ഇനി ഒരിക്കലും സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോ അവൾ ആദ്യം തന്നെ ബ്ലെയിം ചെയ്തത് ആരെയാണെന്നറിയോ? അവളുടെ പേരിനെ തന്നെ. ഇതാണ് അവരുടെ പാസ്റ്റ്. ഇപ്പൊ കുറെ ഇയേഴ്സ് കഴിഞ്ഞ മിരിയാണെങ്കിൽ ലൈഫിൽ സക്സസ് ആയി, ജോബ് എല്ലാം കിട്ടി. അതാണെങ്കിൽ ഒരു പ്രൈവറ്റ് കോർപ്പറേഷൻ കമ്പനിയാണ്. അവൾക്കാണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല, എപ്പോഴും ഡിപ്രഷനാണ്. ഇനി മിജി ആണെങ്കിലോ എപ്പോ വേണമെങ്കിലും എഴുന്നേക്കാം, എപ്പോ വേണമെങ്കിലും പുറത്തു പോവാം, ഒരു ജോലിയില്ല, വീടും നാടും നാട്ടുവഴികളും വളരെ പീസ്ഫുൾ ആയ ഒരു ലൈഫ്. ആകെ പ്രശ്നം എന്താന്ന് വെച്ചാ എവിടെ പോയാലും ആരേലും മിരീനെ വെച്ച് കമ്പയർ ചെയ്യും. അത് മാത്രമാണ് ഇഷ്ടമല്ലാത്തത്. സ്കൂളിലെ ക്ലീനിങ് ജോബൊക്കെയാണ് ചെയ്യുന്നത്. അതും അവളുടേതായ ഒരു സ്റ്റൈലുണ്ട്. ഒരു ദിവസം അവിടുത്തെ ട്രാക്ക് കാണുമ്പോ ചെറിയൊരു കൊതി തോന്നി. പക്ഷെ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് വെക്കും. മിജിക്കാണെങ്കിൽ ജോലിയൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയ നാണക്കേടുണ്ട്. അതുകൊണ്ട് ഡ്യൂട്ടി ടൈമിൽ നീ എന്നെ കാണാനൊന്നും വരണ്ട, വന്നാലും അമ്മാന്നൊന്നും ആരും കേൾക്കി വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്റ്റോറിയിലെ മെയിൻ ലീഡിനെ കുറിച്ച് പറയാം. ഇവന്റെ പേരാണ് ഹോസു. വളരെ ക്ലീൻ ആയിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യും. ഇവനും ലോയർ ഫീൽഡിൽ തന്നെയാണ് മീതിനെ പോലെ. പക്ഷെ ഇവന്റെ ടീമാണെങ്കിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇവന് വർക്ക് പ്രഷറും ഇല്ല, ഭയങ്കര കൂളായിട്ട് ജോബ് ചെയ്യാം. ഇപ്പൊ ഇവൻ നോക്കുന്നത് ഡിഫൻസ് ആയിട്ടുള്ള ലോയർ സാക്ഷികളുമായിട്ട് സംസാരിക്കുന്നതാണ്. അവരുടെ ലിപ് മൂവ്മെന്റ് വെച്ച് തന്നെ ഇവർ സംസാരിക്കുന്നത് ചിക്കാഗോ എന്നൊരു പ്ലേസിനെ പറ്റിയാണെന്ന് അവൻ മനസ്സിലാക്കി. സീനിയർ ഓഫീസർ വരുമ്പോ, സർ നമുക്ക് ഇന്നത്തെ ട്രയൽ എന്തായാലും പോസ്റ്റ്പോൺ ചെയ്യണം. സാക്ഷിയിൽ ഒരാളാണെങ്കിൽ കോറ് മാറാൻ ചാൻസ് ഉണ്ട്. സീനിയർ ലോയർ ആണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ അപ്പൊ ചോദിക്കൂ. ഈ കാര്യത്തിൽ നിനക്ക് എത്ര പെർസെന്റേജ് ഉറപ്പുണ്ട്? അവൻ 90% എന്ന് പറയുമ്പോ, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു പോയതുകൊണ്ട് കാര്യങ്ങളെല്ലാം നന്നായി തന്നെ നടന്നു. ഇവന്റെ കൂടെയുള്ള ടീംമേറ്റ്സിനാണെങ്കിൽ അവിടെ എന്താ നടന്നേ, എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ പ്രൊഫസർ അവനെ മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഹൊസുവിന് നല്ല ഷാർപ്പായിട്ടുള്ള മെമ്മറി ആണെന്നൊക്കെ തോന്നും. പക്ഷെ പാർഷ്യലി ഡെഫ് ആണ്, ചെവി കേൾക്കില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഓഫീസിൽ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കത്തൊന്നും ഇല്ല. പക്ഷെ ലിപ് മൂവ്മെന്റ് വെച്ചാണ് അവൻ കൂടുതലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ തീരെ കേൾക്കില്ല എന്നല്ല, വർക്ക് റിലേറ്റഡ് അല്ലാതെ ആരോട് അധികം സംസാരിക്കാറൊന്നുമില്ല. അമ്മ വീട്ടിൽ പോകുന്ന ദിവസം ഒരു പഴയ ടൈ അത് നിർബന്ധമായിട്ട് നോക്കിയെടുത്ത് കെട്ടുമ്പോ ഓഫീസ് ലേഡിയും ചോദിക്കും, നിനക്ക് ഈ ചീഞ്ഞ ട്രെൻഡ് അല്ലാതെ വേറെ ഒന്നും തന്നെ കിട്ടിയില്ലേ? പക്ഷെ ഹൊസുവിന് ആ ടൈ ആയിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. ഹൊസു ഇവരുടെ നെയ്ബറായിട്ട് ആദ്യം വന്നപ്പോ മിജി പരിചയപ്പെടാൻ എത്ര ശ്രമിച്ചു എന്നറിയോ? അവനാണെങ്കിൽ ഒരു മൈൻഡ് പോലും കൊടുക്കില്ല. വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കാം, വാ. ഇവനെന്താ പൊട്ടനാണോ? ചെവി കേൾക്കില്ല. ആക്ച്വലി അവന് ചെവി കേൾക്കില്ലാത്ത കാര്യമൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ സീറ്റ് കിട്ടിയത് എവിടെയാണെന്നറിയോ? നമ്മുടെ മിജിയുടെ തൊട്ടടുത്ത്. പക്ഷെ ചെക്കനാണെങ്കിൽ ആ സീറ്റും വലിച്ചു കുറെ മാറിപ്പോയാണ് ഇരിക്കുക.
ആരോടും അധികം സംസാരിക്കാതെ ഒരു ദിവസം ഗ്രൗണ്ടിൽ ഇങ്ങനെ മാറിപ്പോയിരിക്കുമ്പോ ദേ വരുന്നു ഹോസു കിക്ക് ചെയ്തൊരു ബോള്. അത് തിരിച്ചൊന്ന് ഇട്ടു കൊടുക്കാൻ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. ഇവൻ ഇപ്പോഴും അവളെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇവനധികം ആരോടും മിണ്ടാത്തോണ്ട് ക്ലാസ്സിൽ കുറെ റൂമേഴ്സ് വരും. അവൻ സൈക്കോ ആണ്, അവൻ എപ്പോഴും ഫുൾ സ്ലീവ് ഇടുന്ന എന്താണെന്നറിയോ, അവന്റെ ദേഹം മുഴുവൻ ടാറ്റു ആണ്, ടെറർ ആണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ മിജിക്കാണെങ്കിൽ ഇവനെ കൊണ്ടൊന്ന് മിണ്ടിക്കണം. താഴെ വീണ പേനൊന്ന് എടുത്തു തരുമോന്ന് 10 തവണയായിട്ട് ചോദിക്കുന്നു. മൈൻഡ് ഒന്നും കൊടുക്കില്ലാത്തോണ്ട് ഓടിപ്പോയി അവനോട്ട് ഒരു തട്ട് കൊടുത്ത് വിളിക്കുകയാണ്. ഇവൻ ടെൻസ്ഡ് ആയിട്ട് ഒന്ന് നോക്കി പിടിപ്പിച്ച് വീണ്ടും ഹെഡ്സെറ്റ് ചെവിയിലെടുത്ത് വെക്കുമ്പോ ദേഷ്യം വന്ന് ഇവളാണെങ്കിൽ പിന്നെ തട്ടി വഴക്ക് പറയും. അതുകൊണ്ട് എന്താ ക്ലാസ്സിലെ സാറ് വന്ന് രണ്ടിനെയും പൊക്കും. ഇവിടെ മിജി ആണെങ്കിൽ ഇപ്പൊ ലോഡിങ് അൺലോഡിങ് ആ ഒരു ടൈപ്പ് ജോലിയിലാണ്. അങ്ങനെ കൃഷി ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ അൺലോഡ് ചെയ്യുമ്പോ ഇവനാണ് പണി കിട്ടുന്നത്. നീ എന്തിനാ ഇമാതിരി ഇടുന്ന ചത്ത് കിടന്ന് പണിയെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ ജീവിതത്തിലോ ഞാൻ തോറ്റു, ഈ വർക്കിലെങ്കിലും ഞാൻ ഫസ്റ്റ് ആവട്ടെ എന്നാണ് പറയാ. അപ്പൊ ഷോപ്പ് ഓണർ വന്ന ഒരു ബെസ്റ്റ് ജോബ് ഓഫർ കൊടുക്കുവാണ്. മാസം 20,000 കിട്ടും. സ്ട്രോബെറി ഫാമിലാണ് വർക്ക്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. 20,000 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇന്റർവ്യൂ ഉണ്ടാവും, റെസ്യൂമെ കൊടുക്കണം. റെസ്യൂമേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടേ, അത് പാസ്സായാലല്ലേ പറ്റൂ. മിരിയും ഞാനും സെയിം ഏജ് ഒക്കെ തന്നെയാ. പക്ഷെ അവളാണെങ്കിൽ ഇപ്പൊ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആയി. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഒന്നും എഴുതാനില്ലാത്തോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എഴുതാനൊന്നും ഇല്ലെങ്കിൽ വല്ല പടവും വരച്ചു കൊടുക്കാൻ പറഞ്ഞ് ഫ്രണ്ടും തലക്കെട്ടൊന്ന് കൊടുക്കും. വീട്ടിൽ വരുമ്പോ അമ്മയുടെ വക വഴക്ക് വേറെ. ഇവളെ ലൈഫിൽ ഒന്നും ആവാത്തതിൽ നല്ല സങ്കടമുണ്ട്. പിന്നെ ഈ വക കൃഷിയും കൃഷിപ്പണിയും അങ്ങനത്തെ ജോബൊന്നും ചെയ്യുന്നതിനോടൊന്നും തന്നെ താല്പര്യവും ഇല്ല. ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ അപ്പുറത്തെ വീട്ടിൽ ആന്റിക്ക് കൊടുക്കാനുള്ളതാണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഹോസുന്റെ അമ്മ. ഈ വിഭവങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി ഇപ്പൊ മിജിയാണ് അങ്ങോട്ട് വരിക. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ മിരി ഉണ്ടല്ലോ, അവളെ ഈ ഹോസുന് വേണ്ടി ആലോചിച്ചാലോ അതിനാണ് ഈ ആന്റിക്ക് തിടുക്കം. കാരണം രണ്ടുപേരും സെയിം ഫീൽഡ് ആണല്ലോ. അവള് സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോ ആർക്കറിയാം, എന്നോടൊന്നും പറയാറൊന്നുമില്ല. ഇന്ന് ഹോസു ഇങ്ങോട്ട് വരുന്നു പറയുമ്പോ അവളാണെങ്കിൽ ഇവനെ കാണാതിരിക്കാൻ വേണ്ടി ചാടി ഇറങ്ങി ഓടിയതാണ്. കറക്റ്റ് അവന്റെ മുന്നിൽ തന്നെ ചാടി. ഇപ്പൊ ഇവളെ കണ്ട് അവനും പേടിച്ചു പോയി. 1 സെക്കൻഡ് ഒന്ന് കൂളായിട്ട് വരുമ്പോ അവന്റെ ടൈം നോട്ട് ചെയ്ത് ഏടെയായിട്ട് സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ, അമ്മ വാങ്ങി തന്നതാ. അപ്പൊ ഇവനും ചെറുതായിട്ട് പതുങ്ങിയിട്ട് അല്ല അമ്മ പറഞ്ഞു ഇതാ നിനക്ക് ഇഷ്ടം. ആക്ച്വലി ഹോസുവിന് എന്ത് വാങ്ങിയാലും അമ്മ ഫസ്റ്റ് വന്ന് മിജിയുടെ അടുത്ത് ചോദിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് അനുസരിച്ചൊരു ടൈ സെലക്ട് ചെയ്യുക. ഹോസുവിന് ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. അവന് പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടേ. അവക്കാണെങ്കിൽ ഭയങ്കര ജലസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൊള്ളൂലാത്ത നോക്കി സെലക്ട് ചെയ്യും. അത് ആലോചിച്ച് നോക്കിയപ്പോ ഹോസുവിനെ നോക്കുമ്പോ ഇവൾക്കാണെങ്കിൽ ചിരി വരും. മിജി നിന്റെ സിസ്റ്റർ മിരി എവിടെ, അവൾക്ക് സുഖാണോ? അത് ശരി, നിങ്ങൾ രണ്ടുപേരും സിയോളിലല്ലേ വർക്ക് ചെയ്യുന്നത്, നിനക്ക് പോയി നേരിട്ട് ചോദിക്കാൻ മേലാർന്നു ചോദിച്ചാൽ ഇവൾ അപ്പൊ തന്നെ ദേഷ്യപ്പെടും. സ്കൂൾ ടൈമിൽ അവന് ഏറ്റവും കമ്പനി മിരി ആയിട്ടായിരുന്നു. വേറെ ആരോടും മിണ്ടിയില്ലെങ്കിലും അവൻ മിരി ആയിട്ട് സംസാരിക്കും. അത് ആലോചിച്ച് കിടക്കുമ്പോഴാണ് അമ്മ വന്ന് മിരിനെ കോൾ ചെയ്തോ എന്ന് അവള് വിളിച്ചിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പിന്നെയും ദേഷ്യം വരാതിരിക്കില്ലല്ലോ, നന്നായിട്ട് കളിപ്പാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോന്നേ, നിങ്ങളുടെ മോളല്ലേ. ആക്ച്വലി മിരിക്ക് അവിടെ ജോബൊക്കെ കിട്ടിയെങ്കിലും നിന്ന് തിരിയാൻ പോലെ സമയമില്ല. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 അവർ ഓഫീസിൽ തന്നെയാണ്. ഭയങ്കര സ്ട്രിക്റ്റ്, വർക്ക് പ്രഷർ, ഡിസിപ്ലിൻ, ആകെ മൊത്തത്തിൽ മനസ്സ് മടുത്തു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇപ്പൊ മിജി കോൾ ചെയ്താൽ പോലും എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പൊ വേറൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണ്. ഇവന്റെ പേരാണ് സീജിൻ. ആളൊരു സ്ട്രോബെറി ഫാം തുടങ്ങാൻ പോകുന്നത് അറിഞ്ഞ് ഇത്ര ചെറിയ ഫാമിന് നീ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കണോ? ആൾക്കാർ അതെന്ന് പറഞ്ഞാലൊന്നും സീജിൻ വലിയ കാര്യക്കാരൊന്നുമില്ല. ജോലിക്കാരുടെ റെസ്യൂമെ എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ മിജിയുടെ നെയിമും കാണും. ഇതേത് ഇവൾക്ക് വല്ലതൊക്കെ അറിയോ? പിന്നല്ലാതെ നിങ്ങളെക്കാൾ നന്നായിട്ട് അവള് ഫാമിംഗ് ചെയ്യും. പക്ഷെ സ്കൂൾ ലൈഫ് എല്ലാം തന്നെ കുറവാ. അവളുടെ ഗ്രാൻഡ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായ പിന്നെ അവൾ അവളുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തു. പഠിപ്പൊന്നും വേണ്ട, ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഏത് സമയം ജോലിക്ക് വേണ്ടി അലയും. അവളാണ് ആ വയസ്സായ മുത്തശ്ശീനെ നോക്കുന്നത്, കെയർ ചെയ്യുന്നത്. സ്വന്തം ലൈഫ് പോലും അവൾക്ക് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് മിജിയുടെ ഗ്രാൻഡ്മയ്ക്ക് സങ്കടം. ഇവൾക്കും ഒരു ലൈഫ് ഉള്ളതല്ലേ, ഇവളിങ്ങനെ എന്നെ നോക്കി ലൈഫ് തീർത്ത എങ്ങനെ ശരിയാവുക? നീ എന്നെ കാണാൻ വരണ്ട, എനിക്ക് നിന്നെ കാണണ്ടെന്ന് ഒക്കെ പറയും. പക്ഷെ അവളതൊന്നും തന്നെ കാര്യാക്കില്ല. വഴക്ക് പറഞ്ഞുണ്ടല്ലോ അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് സോപ്പിടും. ഇവിടെ ഓഫീസിൽ എല്ലാവരും പോയി. മിരിയുടെ വർക്ക് മാത്രം തീർന്നിട്ടില്ല. ഗ്രാൻഡ്മയുടെ എന്തേലും കാര്യം പറയാൻ വേണ്ടി മിജി വിളിച്ചാ നിനക്കിപ്പോ എത്ര പൈസ വേണം അത് മാത്രം പറയാന്ന് പറഞ്ഞാൽ കോള് കട്ടാക്കും. ആക്ച്വലി അവൾ അവിടെ അനുഭവിക്കുന്ന പ്രഷർ ഒന്നും ഇവരെ അറിയിക്കാറേ ഇല്ല. ഭയങ്കര ഹാപ്പിയാണെന്നാണ് വിചാരം. ഇതിനെപ്പറ്റി അമ്മയുടെ അടുത്തൊക്കെ കംപ്ലൈന്റ് പറയുമ്പോ അമ്മയെ സപ്പോർട്ട് ചെയ്യും. അത് നീ ഓഫീസ് ജോബ് ഒന്നും ചെയ്ത് ശീലമില്ലാത്തോണ്ടാ, വർക്ക് ചെയ്താലല്ലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അത് ശരി, മിരിക്ക് അമ്മയെ സപ്പോർട്ടാണോന്ന് ചോദിച്ചാൽ ഇവളാണെങ്കിൽ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോവും.
സങ്കടം മൊത്തം ഗ്രൗണ്ടിൽ പോയ ഒരു ബോളിനോട് തീർക്കാൻ നിൽക്കുമ്പോഴാണ് ഹോസ് വരുന്നത്. ഇന്നലെ ഞാൻ പെട്ടെന്ന് മിരിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് നിനക്ക് ഇഷ്ടായില്ല അല്ലേ? അവൾ അറിയാതെ കൈ തട്ടി മാറ്റിയതാണെങ്കിൽ ഹോസുവിന്റെ ചെവിയിൽ കൊള്ളും. ഇതുപോലെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അവൻ ആ സമയം ചെവിയിൽ വല്ലാത്ത പെയിനാണ്. മിജിയുടെ കൈ പിടിക്കുമ്പോഴാണ് അവൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഒരു ചെവി കേൾക്കുള്ളൂ, നടക്കാനും ബുദ്ധിമുട്ടാണ്. ഇവള് പിന്നാലെ സൈക്കിളിൽ ചെന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയോ, വേണമെങ്കിൽ വാ, ഞാൻ കൊണ്ടുവന്നാക്കാം, നമുക്ക് ഡോക്ടറിനെ കണ്ടാൽ എന്താ? അവന് നന്നായിട്ട് അടി കിട്ടുകൊണ്ട് ഓൾറെഡി തന്നെ വയ്യ, നീ ഒന്ന് പോവാമോ, നിന്റെ കാര്യം നോക്ക്. കുറച്ച് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ, അവൻ അപ്പൊ തന്നെ അവിടേക്ക് മറിഞ്ഞു വീഴും. ആ ദേഷ്യത്തിൽ നിനക്ക് സമാധാനമായല്ലോ, നീ എന്റെ വീഴ്ച കണ്ട് എപ്പോഴും സന്തോഷിച്ച് ചിരിക്കുക, അതല്ലേ നിനക്ക് എപ്പോഴും വേണ്ടത്. മിജിക്കാണെങ്കിൽ ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല. പിന്നെ മിരി പറയുമ്പോഴാണ് കാര്യം എന്താന്ന് അറിയുന്നത്. അവനൊരു ആക്സിഡന്റ് പറ്റി മരിക്കേണ്ടതായിരുന്നു. പകുതി ശരീരം പൊള്ളലേറ്റ് പോയി, കേൾക്കാനും പറ്റില്ല. കാലിലാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ബോൺ ആണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കാൻ പറ്റൂ. മിജി അവനെ തട്ടി വിളിച്ചത്, വേദനിപ്പിച്ചത് പോരാത്തതിന് നീ എന്താ പൊട്ടനാണോ, എന്താ മിണ്ടാത്തേന്ന് ചോദിച്ച് പിന്നാലെ നടന്നത്, അതെല്ലാം തന്നെ ഓർത്തു നോക്കി എന്റെ ദൈവമേ, ഞാൻ ഇത്രയ്ക്ക് വലിയ പാപിയാണോ? ഇപ്പൊ അതുപോലൊന്നല്ല കേട്ടോ. ഇപ്പൊ ഐസ് ബാഗ് എല്ലാം വാങ്ങിക്കൊടുത്ത് നിനക്ക് പെയിനൊന്നും ഇല്ലല്ലോ. പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് തന്നെ ആരുടെയോ ഭാഗ്യം. നീ ഇപ്പോഴും മാറിയിട്ടൊന്നുമല്ല, പഴയ പോലെ തന്നെയാ, ഭയങ്കര സ്ട്രോങ് ആ നീ. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് വീണ്ടും മിരിയുടെ ടോപ്പിക്സിലേക്ക് വരുമ്പോ, ഞങ്ങള് സെയിം സിറ്റിയിലെ തന്നെ ആണെങ്കിലും അവൾ എന്നെ കാണുമ്പോ മാറിക്കളയും. അവളവിടെ വല്ലാത്ത കഷ്ടപ്പാടിലാണ്. പക്ഷെ അതൊന്നും ഞാൻ അറിയുന്നത് അവൾക്ക് ഇഷ്ടല്ല. ഞാനെന്നല്ല, ആരും അറിയുന്നത് അവൾക്ക് ഇഷ്ടല്ല. ആണോ? ഞങ്ങളോട് അധികം സംസാരിക്കാറില്ല. ലാസ്റ്റ് ടൈം കോൾ വിളിച്ചപ്പോ പോലും എടുത്തിട്ടില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നല്ലേ. നിനക്കൊരു കാര്യം അറിയോ, പണ്ട് നീ ഹോസ്പിറ്റലിൽ ആർന്നപ്പോ അവളാണ് നിന്നെ എല്ലാവരെക്കാളും കൂടുതൽ കെയർ ചെയ്തത്, നോക്കിയത്. നീ അവളുടെ അടുത്തുള്ളതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം. ചിലപ്പോ അവൾ ഇപ്പോഴും അതുപോലെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പറയാത്തതാവും. കട്ട് ചെയ്തപ്പോ നെക്സ്റ്റ് ഡേ അമ്മ കൊറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി മിരിക്ക് കൊടുത്തയച്ചിരിക്കുകയാണ് നമ്മുടെ മിജിയുടെ കയ്യില്. ഞാനെന്താ അവളുടെ വേലക്കാരിയോ? ഇതൊക്കെ വേണമെങ്കിൽ അവൾക്ക് വീട്ടിൽ വന്ന് കഴിച്ചാ പോരെ, എന്തിനാ കൊടുത്തയക്കുന്നേ? ആ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ അവൾ എത്തിയെന്ന് അറിയുമ്പോ തന്നെ മിരി അന്ന് ലീവ് എടുത്ത് വീട്ടിലായിരുന്നു. എന്തോ മീറ്റിംഗ് നടക്കുന്നത് പോലെ അഭിനയിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് മിജിയുടെ അടുത്തേക്ക് വരിക. ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെല്ലാം. അവിടെ ഇപ്പൊ റെസ്റ്റോറന്റിൽ ഒരു ലേഡി തട്ടി വീണ് കൈ മുറിഞ്ഞു. അപ്പൊ ഓണർ ആണെങ്കിൽ ലീവ് എടുത്തോ, ഇന്ന് വീട്ടിൽ പൊക്കോന്നൊക്കെ പറയുമ്പോ ഇവൾക്കാണ് സന്തോഷാവുക. ഷേ, എനിക്ക് ഇതുപോലെ പറ്റിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടണം. സൈഡിൽ വല്ല ബ്ലാങ്കറ്റോ പില്ലയോ ഒക്കെ ഇട്ട അറിയാതെ ചാടിയതാണെന്നും തോന്നും. എന്തിനു വളഞ്ഞ വഴിയെല്ലാം നോക്കുന്നേ? നിനക്ക് ലീവ് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയി ചോദിച്ചാൽ കിട്ടില്ലേ? എന്തിനിപ്പോ ലീവ് എടുക്കുന്നേ? അതിനേക്കാൾ നല്ലത് ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്യുന്നതല്ലേ. ഒരു സൈക്കോനെ പോലെയാണ് ഇവളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ അവസ്ഥ എന്താന്ന് മിജിക്കാണെങ്കിൽ ഒരു ഐഡിയ പോലും ഇല്ല. ലീവ് എടുത്തെല്ലാം പോയി പിന്നെ ഈ കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് എന്നെ മടങ്ങി വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സങ്കടമാണ്. ഓർക്കുമ്പോ തന്നെ ഒരു ഫീല് വരുന്നില്ലേ, ഹൊറർ ഫീല്. എനിക്ക് നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു. നീ ഇപ്പൊ ജീവിക്കുന്ന ലൈഫാണ് ഞാൻ ആഗ്രഹിച്ച ലൈഫ്. അതെല്ലാം കേട്ട് മിജിയാണെങ്കിൽ വാഷ്റൂമിൽ പോയി വന്നപ്പോഴേക്കും മിരി പോയി കഴിഞ്ഞു. ഒരു വാക്കുപോലും പറയാതെ അവൾ എഴുന്നേറ്റ് പോയി. അവളെന്താ പറയാതെ പോയ? ഫുഡും കൊണ്ടുപോയിട്ടില്ല. നേരെ വീണ്ടും അവളുടെ ഓഫീസിലേക്ക് ചെന്ന് അന്വേഷിച്ച അവൾ ഇന്ന് ലീവായിരുന്നു. അപ്പൊ ഹോസ്റ്റലിലെ അഡ്രസ് വാങ്ങി അങ്ങോട്ട് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. മിരി ആകെ അപ്സെറ്റ് ആയിരുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയാലോ എന്നൊക്കെ പറയുമ്പോ അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഒരു തിളക്കം, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവള് ശരിക്കും അതിന് റെഡിയാണോ? പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി അവളെ എങ്ങനെയും സേഫ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൈമിൽ അവളാണെങ്കിൽ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ചാടാനുള്ള എല്ലാ പ്ലാനിങ്സും കഴിഞ്ഞു. ബ്ലാങ്കറ്റ്, പില്ലോ ഒക്കെ താഴെ ഇട്ടു. സ്റ്റോളിൽ പിടിച്ച് താഴോട്ട് ഇറങ്ങുവാണ്. ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ചാടാനുള്ള എല്ലാ പ്രിപ്പറേഷനും ആയി. വേണ്ടാന്ന് പറഞ്ഞ് ഓടി ചെന്നപ്പോഴേക്കും അവൾ എടുത്ത് ചാടി. പിടുത്തം കിട്ടിയതാണെങ്കിൽ അവളുടെ കയ്യിലും. പക്ഷേ മിജി ഇപ്പൊ കാല് വെച്ച സ്റ്റൂള് തന്നെ പോയി രണ്ടുപേരും ഒരുമിച്ച് താഴോട്ട് വീഴും. ആദ്യമേ നിലത്തിട്ട ബ്ലാങ്കറ്റ് കാരണം രണ്ടുപേർക്കും കാര്യമായിട്ടൊന്നും തന്നെ പരിക്കൊന്നും പറ്റിയില്ല. ചാടി എഴുന്നേറ്റ് നിനക്കെന്താടി പ്രാന്തോ? ഇത്ര തീവ്രമായി മരിക്കാനാണോ നിന്റെ ആഗ്രഹം? നീ പേടിക്കൊന്നും വേണ്ട, അത് ഞാൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാങ്കറ്റ് ഇടാനാണോ നിന്റെ പ്ലാനിങ്ങും കാൽക്കുലേഷനും എല്ലാം? മിച്ചിക്കാണെങ്കിൽ നന്നായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? നിന്നെ കുറിച്ച് അല്ലെങ്കിൽ നിനക്ക് എന്നെ കുറിച്ചെങ്കിലും ഒന്നും ആലോചിക്കാറുന്നില്ലേ എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചില്.